എന്നുള്ള വാർത്തയ്ക്ക് ഇപ്പോഴും സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. അതോടൊപ്പം തന്നെ ഇസ്രയേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിൻ്റെ ഓഫീസിനു നേരെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ആ ആക്രമണത്തിൽ നെതന്യാഹുവിന് പരിക്കേറ്റിട്ടുണ്ടോ, നെതന്യാഹുവിൻ്റെ ജീവൻ അപകടത്തിലായിട്ടുണ്ടോ, അങ്ങനെയുള്ള വിവരങ്ങളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല. ഒരു കൺഫർമേഷൻ, അങ്ങനെ ഒരു അപകടമുണ്ടായി എന്നുള്ള ഒരു സ്ഥിരീകരണം ഔദ്യോഗികമായി ഇസ്രയേലിൻ്റെ ഭാഗത്തു നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷേ അങ്ങനെ ആക്രമണം ഉണ്ടായതായിട്ടുള്ള ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് എന്ന് പറയുന്ന ഇറാൻ്റെ ആർമിയുടെ ഭാഗമായ സായുധ സേന ഈ അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നു. ഇങ്ങനെ അവരാണ് ഇപ്പോൾ ഇറാൻ്റെ ഭാഗത്ത് നിന്ന് യുദ്ധം നിയന്ത്രിക്കുന്നത്. അങ്ങനെ ഒരു ആക്രമണം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും ഖൈബർ ഷേക്കൻ ബാലിസ്റ്റിക്കൽ മിസൈൽ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു ആക്രമണം നടത്തിയത് എന്നുമാണ് അവകാശപ്പെടുന്നത്. പക്ഷേ ഇതിൽ ഈ സമയം അവിടെ ഓഫീസിൽ ഉണ്ടായിരുന്നോ, അതോ ഓഫീസിൽ ഉണ്ടായിരുന്നെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പരിക്ക് നെതന്യാഹുവിന് ഏറ്റിട്ടുണ്ടോ, അദ്ദേഹത്തിൻ്റെ ജീവൻ എന്തെങ്കിലും തരത്തിൽ അപകടമുണ്ടോ, അത്തരം വിവരങ്ങളൊന്നും ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. ഈ വാർത്ത പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ തന്നെയാണ് ഇറാൻ്റെ ഇപ്പോഴത്തെ പുതിയ നേതാവ് അയത്തുള്ള അലി റേസ അറാഫി കൊല്ലപ്പെട്ടു, അദ്ദേഹത്തെ വധിച്ചു എന്ന തരത്തിലേക്കുള്ള വാർത്തകൾ ഇസ്രയേലിൻ്റെ ഭാഗത്തു നിന്ന് അത്തരം വാർത്തകളൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ആ വാർത്തയ്ക്കും സ്ഥിരീകരണമില്ല. രണ്ട് വാർത്തകൾക്കും ഔദ്യോഗികമായ സ്ഥിരീകരണം രണ്ട് രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. ഇതിൽ ഔദ്യോഗികമായ സ്ഥിരീകരണം വന്നത് ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള അവകാശവാദമാണ്. ഈ അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് എന്ന് പറയുന്ന ഇറാൻ്റെ ആർമിയുടെ ഭാഗമായ സായുധ സേനയാണ്. ഈ സായുധ സേനയാണ് ഇപ്പോൾ അവിടെ ഈ യുദ്ധം നിയന്ത്രിക്കുന്നത്. ഇറാൻ്റെ ഏറ്റവും ശക്തമായ സായുധ സംവിധാനമാണ്. അവരാണിപ്പോൾ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അയത്തുള്ള അലി ഖമനെ എന്ന് പറയുന്ന ഇറാൻ്റെ പരമോന്നത നേതാവിനെ ഇസ്രയേൽ കൊലപ്പെടുത്തിയ ശേഷം ശക്തമായ തിരിച്ചടിക്കുള്ള മുന്നൊരുക്കത്തിൽ തന്നെയായിരുന്നു ഇറാൻ. ആയുധങ്ങളുടെ ബലത്തിലോ അല്ലെങ്കിൽ ഇൻ്റലിജൻസ് ബലത്തിലോ ഒന്നും ഇസ്രയേൽ അമേരിക്ക അച്ചുതണ്ട് ഒരുമിച്ച് നിൽക്കുമ്പോൾ അവരുമായി താരതമ്യപ്പെടുത്തുമ്പോൾ തുല്യതയില്ല എങ്കിൽ പോലും ഏതു വലിയ ശക്തിയെയും തിരിച്ചടിക്കാൻ തക്ക ശേഷിയും അല്ലെങ്കിൽ അതിനുള്ള ആയുധ ബലവുമൊക്കെ എന്തായാലും ഇറാനുണ്ട്. അങ്ങനെ ഒരു ആത്യന്തികമായ യുദ്ധത്തിൽ ഇറാൻ വിജയിച്ചില്ലെങ്കിലും തിരിച്ചടി നൽകാനുള്ള ശേഷി ഇപ്പോഴും ഉള്ള രാജ്യമാണ് ഇറാൻ. ദീർഘകാലത്തെ യുദ്ധ പരിചയം, എത്രയോ കാലത്തെ നൂറ്റാണ്ടുകളായിട്ടുള്ള യുദ്ധ പരിചയമുള്ള ഒരു രാജ്യമാണ് ഇറാൻ. അതുകൊണ്ട് തന്നെ ഇറാൻ്റെ ഭാഗത്തു നിന്ന് കനത്ത തിരിച്ചടി ഉണ്ടാവുമെന്ന് ലോകം തന്നെ പ്രതീക്ഷിക്കുകയും ഇറാൻ്റെ നേതാക്കളൊക്കെ അത്തരം മുന്നറിയിപ്പുകൾ നൽകുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇറാനെ സംബന്ധിച്ച് അവരുടെ പരമോന്നത നേതാവിനെയാണ് ഇസ്രയേൽ കൊലപ്പെടുത്തിയെങ്കിൽ ആ കൊലപാതകത്തിന് ഉത്തരവ് നൽകിയത് ഇസ്രയേലിൻ്റെ പ്രധാനമന്ത്രി നെതന്യാഹു ആണ്. അങ്ങനെയാണെങ്കിൽ നെതന്യാഹുവിനെ തിരിച്ചടിക്കുക എന്നുള്ളത് തന്നെയാവും ഇറാനെ സംബന്ധിച്ചും അല്ലെങ്കിൽ ഇറാൻ്റെ IRGCയെ സംബന്ധിച്ചും ഏറ്റവും പ്രധാനം എന്നുള്ളത് സാമാന്യ ബുദ്ധിയിൽ തന്നെ ഊഹിക്കാൻ കഴിയുന്ന ഒന്നാണ്. അത്തരത്തിലേക്കുള്ള തിരിച്ചടിക്ക് തന്നെയാവും അവർ ശ്രമിക്കുക. അങ്ങനെ ഒരു തിരിച്ചടി സ്വാഭാവികമായും ഇസ്രയേൽ കാണുന്നുണ്ടാവും. ഇസ്രയേൽ അങ്ങനെ ഒരു തിരിച്ചടി ഉണ്ടായാൽ അതിൽ നിന്ന് എങ്ങനെ അവരുടെ രാജ്യത്തിൻ്റെ തലവനെ നെതന്യാഹുവിനെ നേരെ ഏതെങ്കിലും തരത്തിൽ നെതന്യാഹുവിന് ഒരു ചെറിയ പരിക്കെങ്കിലും ഉണ്ടായാൽ അത് ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യത്തിന് കൊടും നാണക്കേടാണ്. അവരുടെ പ്രധാനമന്ത്രിക്ക് ഉണ്ടാകുന്ന ചെറിയ പരിക്ക് പോലും അല്ലെങ്കിൽ അപകടം ഭയന്ന് മാറി നിൽക്കേണ്ടി വരുന്നു എന്നുള്ള വാർത്ത പോലും ഒരിക്കലും അവർ പുറത്തുവിടാറില്ല. അങ്ങനെ മാറി നിന്നിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും ലോകത്തിന് അറിയുകയുമില്ല. സ്വാഭാവികമായും അങ്ങനെയൊക്കെ മാറി നിന്നിട്ടുണ്ടാവും. എന്തായാലും ഇപ്പോൾ ടെൽ അവീവിലെ ഓഫീസിനു നേരെ, നെതന്യാഹുവിൻ്റെ ഓഫീസിനു നേരെ ആക്രമണം ഉണ്ടായി എന്നാണ് IRGC പറയുന്നത്. ആ ആക്രമണത്തിൽ നെതന്യാഹുവിന് എന്ത് സംഭവിച്ചു എന്നതിനെ സംബന്ധിച്ച് അവർക്കറിയില്ല എന്നും പറയുന്നു. നെതന്യാഹു ഈ സമയത്ത് ഓഫീസിൽ ഉണ്ടായിരുന്നില്ലയോ എന്നതിനെ സംബന്ധിച്ചൊന്നും വ്യക്തതയില്ല. ഓഫീസിലുണ്ടാവാൻ സാധ്യതയില്ല എന്ന തരത്തിലൊക്കെയാണ് ഇൻ്റർനാഷണൽ യുദ്ധ വിദഗ്ധരൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. നെതന്യാഹു ഇങ്ങനെ ഒരു ആക്രമണം പ്രതീക്ഷിച്ചിരുന്നുവെന്നും അതുകൊണ്ട് തന്നെ സുരക്ഷിതമായ കേന്ദ്രങ്ങളിലേക്ക് മാറിയിട്ടുണ്ടാവും എന്നൊക്കെ ഒരു വിഭാഗം യുദ്ധ വിദഗ്ധരൊക്കെ അന്താരാഷ്ട്ര തലത്തിൽ ഇത്തരം യുദ്ധങ്ങളെയും തന്ത്രങ്ങളെയും ഒക്കെ രാജ്യ തലവന്മാരുടെ തന്ത്രങ്ങളെയും ഒക്കെ വിലയിരുത്തുന്ന ആളുകൾ ഒക്കെ വിലയിരുത്തുന്നു. പക്ഷേ നെതന്യാഹുവിനെ പോലൊരാൾ ഭയന്നു മാറി അല്ലെങ്കിൽ ഒളിച്ചിരുന്നു എന്നൊക്കെ ഒരിക്കലും കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ആളല്ല. ഞാൻ ധീരനാണ്, അങ്ങനെയെല്ലാം ധൈര്യത്തോടു കൂടി നിൽക്കുന്ന ആളാണ് എന്നൊക്കെ പുറമേക്കടക്കം കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം മാറിയിട്ടുണ്ടാവുമോ അല്ലെങ്കിൽ രഹസ്യമായിട്ടായിരിക്കുമോ മാറ്റമുണ്ടായത്? ഏതെങ്കിലും തരത്തിൽ ഓഫീസിൽ തന്നെ അപകടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഇസ്രയേലിനെ സംബന്ധിച്ച് വലിയ നാണക്കേടാണ്. അതിന് പ്രത്യാക്രമണം എന്ന നിലയ്ക്കാണോ ഇപ്പോൾ അയത്തുള്ള അലി റേസ അറാഫി എന്ന
ഇറാൻ്റെ പുതിയ നേതാവിനെ അയത്തുള്ള അലി ഖമനയി മരണമടഞ്ഞ ശേഷം 3 അംഗ സമിതി ചുമതലയേൽക്കുന്നു. അതിലേറ്റവും പ്രധാനിയായ അയത്തുള്ള അലി റേസ അറാഫി എന്ന് പറയുന്ന മതപണ്ഡിതൻ, മതപുരോഹിതൻ, അദ്ദേഹം ആണ് ഇറാൻ്റെ അടുത്ത തലവനായി വരേണ്ടത്. ആ അടുത്ത തലവനെയും കൊലപ്പെടുത്തിയിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ ഇസ്രയേലിൽ നിന്ന് വരുന്ന വാർത്തകൾ. അവിടെയും ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല. എന്തായാലും ലോകത്തെ യുദ്ധത്തിൻ്റെ മുഖത്ത് നിൽക്കുന്ന 2 രാജ്യങ്ങളുടെ തലവന്മാർ, ആ 2 രാജ്യങ്ങളുടെ തലവന്മാർ കൊല്ലപ്പെട്ടുവോ അപകടത്തിൽപ്പെട്ടു എന്നൊക്കെയുള്ള തരത്തിലേക്കുള്ള വാർത്തകളൊക്കെയാണ് നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ വാർത്തകൾ സംബന്ധിച്ച സ്ഥിരീകരണം ഇപ്പോഴും വന്നിട്ടില്ല. അതുകൂടി റിപ്പോർട്ട് ചെയ്യുകയാണ്. എന്തായാലും എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള തരത്തിൽ തന്നെയാണ് ഇൻ്റർനാഷണൽ മാധ്യമങ്ങളൊക്കെയും ഈ വിഷയം റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും കൂടുതൽ വിവരങ്ങൾ ഏതെങ്കിലും രാജ്യത്തിൻ്റെ ഭാഗത്തു നിന്ന് സ്ഥിരീകരണം അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളുടെ ഭാഗത്തു നിന്ന് ചില സൂചനകൾ അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ മനു? ഇതുവരെയും അതിനെ സംബന്ധിച്ചുള്ളൊരു സ്ഥിരീകരണം വരുന്നില്ല എന്നതാണ് ഇപ്പോൾ നമ്മളെ കൂടുതൽ ഈ ജിജ്ഞാസ ഉളവാക്കുന്നത്. കാരണം ഇത്തരമൊരു പ്രതികരണം ഉണ്ടാവുകയും സാമൂഹ്യ മാധ്യമങ്ങൾ ഇത് വ്യാപകമായി പ്രചരിക്കുകയും ചെയ്തൊരു ഘട്ടത്തിൽ എന്തെങ്കിലും ഒരു പ്രതികരണം ഇരുഭാഗത്തു നിന്നും ഉണ്ടാകണം എന്നാണ് കണക്കാക്കിയിരുന്നത്. പക്ഷേ അത് ഉണ്ടായിട്ടില്ല എന്നതാണ് ഇപ്പോൾ സുപ്രധാനമായ കാര്യം. ഇതിൽ മറ്റൊരു പ്രധാന വിഷയം ഇറാൻ്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോറിൻ്റെ ഒരു 10th വേവ് ഓഫ് മിസൈൽസ് എന്ന തരത്തിൽ ട്രൂ പ്രോമിസ് ഫോർ ഓപ്പറേഷൻ എന്ന തരത്തിൽ ഒരു ആക്രമണം ഉണ്ടായി. അതാണ് ഈ ഗവൺമെൻറ് കോംപ്ലക്സ്, ടെൽ അവീവിലെ ഗവൺമെൻറ് കോംപ്ലക്സിനെ അറ്റാക്ക് ചെയ്തത്. അതോടൊപ്പം തന്നെ ജെറുസലേമിലെ ഈസ്റ്റ് അൽ ക്വാദിലേക്കും ഈ ആക്രമണം ഉണ്ടായി. അതാണ് ഇത് സംബന്ധിച്ച് ഈ ടാൻസ്നിം ന്യൂസ് ഏജൻസി ആണ് ഇത് സംബന്ധിച്ച് അവിടെ നിന്ന് നമുക്ക് വിവരങ്ങൾ നൽകുന്നത്. അവർ നൽകുന്നത് വിവരം ഒരു സുപ്രധാനമായ കാര്യമാണ്. അത് ഈ 10th വേവ് ഓഫ് ട്രൂ പ്രോമിസ് ഫോർ ഓപ്പറേഷൻ എന്നതാണ് അവർ നടത്തിയ ആക്രമണം. ആ ആക്രമണമാണ് ടെൽ അവീവിലെ ഗവൺമെൻറ് കോംപ്ലക്സിലേക്ക് വന്നത്. അതോടൊപ്പം തന്നെ അത് ഈസ്റ്റ് അൽ ഖുദ്, ജെറുസലേമിലെ ഈസ്റ്റ് അൽ ഖുദിലേക്കും ലക്ഷ്യം വെച്ചു. ഈ 2 ആക്രമണങ്ങളാണ് ഇപ്പോൾ IRGC പറയുന്നത് തങ്ങൾക്ക് ശക്തമായ ഒരു ആക്രമണം നടത്താൻ കഴിഞ്ഞു എന്നത്. അതാണ് ഈ പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് ലക്ഷ്യം വെക്കാൻ കഴിഞ്ഞു എന്ന് IRGC. അത് ഇത് 2 പ്രധാനപ്പെട്ട 2 വ്യക്തികൾ ഇപ്പോൾ ലോകത്തെ സംബന്ധിച്ച് ഈ യുദ്ധത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 വ്യക്തികൾ, അവർ 2 പേർ കൊല്ലപ്പെട്ടുവെന്നോ അല്ലെങ്കിൽ ആക്രമിക്കപ്പെട്ടുവെന്നോ അവരുടെ ഓഫീസ് ആക്രമിക്കപ്പെട്ടു എന്നുള്ള വാർത്തകൾ വരുന്നു. സ്ഥിരീകരണമില്ല. ഇതിനിടയിൽ ഒരു ഇന്ത്യക്കാരൻ കൊല്ലപ്പെട്ട വാർത്ത കൂടി വരുന്നുണ്ട്. ഇന്ത്യക്കാരൻ അവിടെ ഒമാനിലെ എണ്ണ ടാങ്കറിന് നേരെ നടന്ന ആക്രമണത്തിലാണ് കൊല്ലപ്പെട്ടത് എന്നുള്ള വാർത്ത കൂടി വരുന്നു. ഈ പ്രദേശത്താകെ നിരവധി ഇന്ത്യക്കാരും മലയാളികളും ഒക്കെയുള്ള ഈ രാജ്യങ്ങളെല്ലാം തന്നെ, ഈ സമീപ രാജ്യങ്ങളിലെല്ലാം നിരവധി ആളുകളുള്ളതാണ്. പ്രത്യേകിച്ച് മലയാളികളൊക്കെ വലിയ തോതിലുള്ള രാജ്യങ്ങളാണ് സമീപ പ്രദേശ രാജ്യങ്ങളൊക്കെ. ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ വ്യക്തമായിട്ടുണ്ടോ? കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.